സീതാറാം മൂവി കണ്ടിട്ടാണ് ഞാൻ മൃണാൾ തക്കൂറിന്റെ ഒരു ഫാനായത്. ആളുടെ എല്ലാ ലുക്സും ഭയങ്കര ഐക്കോണിക് ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് ദേ ഈ ഒരു ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ആ ഐ ലുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലോപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഫേസ് ഒന്ന് ഈവൻ ടോൺ ആക്കി എടുക്കാം. ഈ ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഒന്ന് കൺസീൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ദേ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്, അത് ഷുഗറിന്റെ ആണ്. ഈ റെഡ് ലിപ്സ്റ്റിക്കും ആൻഡ് ഈ മേബിലിന്റെ ഒരു കൺസീലറും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് കൺസീൽ ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ഷെയ്ഡിന് പറ്റിയ ഒരു കളർ കറക്റ്റ് ഷെയ്ഡ് കിട്ടും, ഒരു ഓറഞ്ച് വരുന്ന ഒരു കളർ കറക്റ്റ് ഷെയ്ഡ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ ഒന്ന് കൺസീൽ ചെയ്തെടുക്കാം. ഇനി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സെയിം ഷെയ്ഡിൽ വരുന്ന ഈ മേക്കപ്പ് റെവല്യൂഷന്റെ ഫൗണ്ടേഷനും ആൻഡ് ഓൾസോ ഈ എന്റെ ഷെയ്ഡിനെക്കാട്ടിയും ഒരു ഷെയ്ഡ് ബ്രൈറ്റർ ആയിട്ട് വരുന്ന ഈ മാഴ്സിന്റെ ഫൗണ്ടേഷനും കൂടെ എടുക്കുക. ഈ രണ്ട് ഫൗണ്ടേഷനും കൂടെ ഞാൻ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ രണ്ട് ഫൗണ്ടേഷനും നമ്മൾ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ട് അങ്ങ് ബ്ലെൻഡ് ആയി കിട്ടും. ആൻഡ് ഇനി ഐബ്രോസിന് വേണ്ടിയിട്ട് അതേ ഇങ്ങനെ അതൊന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ട് ഐബ്രോസ് നമുക്ക് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഒരു ഐബ്രോ പൗഡറും ഉണ്ട്, ഈ ഗ്യാപ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിലെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ആ ഗ്യാപ്സ് ലൈറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷ് അല്ല, ഒരു ബ്രോൺസർ ആണ് അപ്ലൈ ചെയ്തേക്കുന്നതെന്നാണ് ഈ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രൗൺ വിത്ത് ഒരു പിങ്ക് അണ്ടർടോൺ വരുന്ന ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ബ്ലഷ് അല്ലെങ്കിൽ ആ ഒരു ബ്രോൺസർ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് എടുക്കുന്നത്. ഇത് ഞാനൊരു ബ്രോൺസർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് ബ്രഷ് എടുത്ത് ലിപ്സിന്റെ മേലിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കൺസീലിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതേ ഈ ഒരു ലിപ് ലൈനർ എവിടുന്നാ മേടിച്ചതെന്ന് ഓർമ്മയില്ല, ഞാൻ എവിടുന്നോ മേടിച്ചതാണ്. ഈ ഒരു ലിപ് ലൈനർ ലിപ്സ്റ്റിക് പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ മേളിൽ ഒരു ലിപ് ഗ്ലോസും കൂടെ വെച്ച് അതിനകത്ത് ഒരു ഗ്ലോസി ലിപ്സ് ആണുള്ളത്. ആ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്, ഐ ലുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഷുഗറിന്റെ ഈ ഒരു പാലറ്റ്, ഈ ഒരു ഹൈലൈറ്റിംഗ് കോണ്ടോർ ബ്ലഷ് പാലറ്റ് ആണ്. ആ പാലറ്റിൽ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ ഐ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഐ ലുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഹൈലൈറ്റർ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഞാനൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ ഇനി നമുക്ക് ഐ ലുക്ക് ചെയ്തെടുക്കാം. സോ അതിനായിട്ട് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്ത് ഒരു പെൻ ഐലൈനറും കൂടെ എടുത്തു. എന്നിട്ട് ഇത് ഈ ബ്രഷിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അത് ഐസിൽ അതിങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വരുമോന്ന് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കണം. സോ ഞാൻ വെച്ചത് ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് വന്നെന്ന് തോന്നുന്നു. ഈ സെയിം സാധനം നമുക്ക് ഇപ്പുറത്തെ ഐസിലും കൂടെ ചെയ്യാം. സോ അപ്പൊ ഞാൻ മുടിയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഫ്ലോപ്പ് ആയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് പറയുക. ആൻഡ് ഇതുപോലത്തെ ലുക്സ് ഇനിയും നിങ്ങൾക്ക് കാണണം, റീക്രിയേഷൻ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസോ റീൽസോ ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.